ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പവർ പോയിന്റ് ആണ്. പവർ പോയിന്റിൽ ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. തീംസും ടെംപ്ലേറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, നിങ്ങൾക്ക് ആവശ്യമുള്ള തീംസ് എങ്ങനെ സെലക്ട് ചെയ്യാം, അതിനനുസരിച്ച് എങ്ങനെ നമ്മുടെ സ്ലൈഡ് ഡിസൈൻ ചെയ്യാം, അതുപോലെ തന്നെ ബ്ലാങ്ക് സ്ലൈഡ് ആണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ടെംപ്ലേറ്റ്സ് അല്ലെങ്കിൽ തീംസ് അപ്ലൈ ചെയ്യാൻ പറ്റുക, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ എങ്ങനെയാണ് പവർ പോയിന്റ് വളരെ ഈസി ആയിട്ട് എടുക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ യൂഷ്വലി എടുക്കുക എങ്ങനെയാണ്, സ്റ്റാർട്ടിൽ പോയിട്ടാണ് പവർ പോയിന്റ് എടുക്കുക. ഇതിപ്പോൾ ഞാനിവിടെ സ്റ്റാർട്ടിൽ പിൻ ചെയ്ത് വെച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കാണുന്നില്ലെങ്കിൽ എങ്ങനെ ചെയ്യാം, പവർ പോയിന്റ് എന്ന് ഇവിടെ സെർച്ചിൽ കൊടുക്കുമ്പോൾ തന്നെ പവർ പോയിന്റ് വരുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് എടുക്കുന്ന രീതിയിലേക്ക് ആക്കുക എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് ഈ ഒരു പൊസിഷനിൽ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം അൺപിൻ ഫ്രം സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടല്ലേ. ഇതെന്തുകൊണ്ടാണ്, ഞാൻ സ്റ്റാർട്ടിൽ പിൻ ചെയ്ത് വെച്ചതുകൊണ്ടാണ്. വേറൊരു കാര്യം കൂടി നിങ്ങൾക്ക് ചെയ്തു വെക്കാം, പിൻ ടു ടാസ്ക് ബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടാസ്ക് ബാറിൽ പവർ പോയിന്റ് വന്നു കിടക്കുന്നത് കാണാം അല്ലേ. എനിക്കിപ്പോൾ ഇവിടുന്ന് തന്നെ ഒറ്റ ക്ലിക്ക് കൊണ്ട് പവർ പോയിന്റ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നമ്മൾ നേരത്തെ എക്സലൊക്കെ എടുക്കുന്നത് പോലെ തന്നെ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പവർ പോയിന്റ് ഫസ്റ്റ് തന്നെ എടുക്കുമ്പോൾ കാണുന്ന ഈ ഒരു സ്ക്രീനിനെയാണ് നമ്മൾ ബാക്ക് സ്റ്റേജ് വ്യൂ എന്ന് പറയുക. എക്സലിനും ഒക്കെ സെയിം ആണ്, എക്സലിനും വേർഡിനും ഒക്കെ സെയിം ആണ്. ഇതിനെന്താണെന്ന് പറയുക, ബാക്ക് സ്റ്റേജ് വ്യൂ എന്നാണ് പറയാം. അപ്പോൾ അതിൽ നമുക്ക് ഹോം, ന്യൂ, ഓപ്പൺ, അക്കൗണ്ട് എന്നുള്ള കുറേ ഓപ്ഷൻസ് കാണാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് പവർ പോയിന്റ് നിങ്ങൾ ഏത് വേർഷനാണ് യൂസ് ചെയ്യുക എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളത് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അക്കൗണ്ട് എന്നുള്ള ഈ ഓപ്ഷൻ എടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, അതായത് പ്രൊഫഷണൽ പ്ലസ് 2021 വേർഷനാണ് ഞാനിവിടെ പവർ പോയിന്റ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യുന്ന വേർഷൻസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഉണ്ടാവും, ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അഥവാ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് വേർഷനൊന്നും അവൈലബിൾ അല്ല എങ്കിൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് വേർഷൻ കിട്ടാനുള്ള ഒരു ഈസി ടെക്നിക്ക് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, നോക്കുക. ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു പുതിയ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ട് പറയാം. ഞാനിവിടെ ന്യൂ ആണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു വിൻഡോ ആണ് കിട്ടുക. ഓക്കെ, അതായത് ബ്ലാങ്ക് പ്രസൻറ്റേഷൻ ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അതല്ല നമുക്ക് എന്തെങ്കിലും കണ്ടൻറ്റ് നമ്മളുടെ കയ്യിലുണ്ട്, അതിനനുസരിച്ചുള്ള ഒരു തീമാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമുക്ക് എന്ത് സെലക്ട് ചെയ്യാം. ഇവിടെ ഇഷ്ടം പോലെ തീംസ് അവൈലബിൾ ആണ്. ഇതിലേതെങ്കിലും ഒരു തീം സെലക്ട് ചെയ്യാവുന്നതാണ്. കണ്ടല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു തീം ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ ഒരു പാർസൽ എന്നുള്ള ഈ ഒരു തീമാണ് എടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഒറ്റ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഓപ്ഷനാണ് കിട്ടുക. എന്തിനാണ് ഒറ്റ ക്ലിക്ക് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള കളർ വേരിയൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഈ ഒരു തീം ഇത്രയും കളേഴ്സിൽ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എനിക്ക് വേണ്ടുന്ന കളർ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു കളർ സെലക്ട് ചെയ്യാം. എന്നിട്ട് ക്രിയേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ട ആ തീം ഇവിടെ വന്നു കഴിഞ്ഞു. മനസ്സിലായില്ല. അപ്പോൾ എനിക്ക് ഇവിടെ എന്ത് ചെയ്യാം, ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്നുള്ളിടത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ട ടൈറ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഞാനിപ്പോൾ ജസ്റ്റ് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ട, ഇങ്ങനെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അത് മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് ഞാൻ എന്താണോ ചെയ്തത് അതിൻ്റെ ഒരു ചെറിയൊരു വ്യൂ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വൈഡ് വ്യൂ വേണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ട ഇവിടെ ഉണ്ട്. രണ്ടാമത്തെ ഒരു ബോക്സ് കൂടി ഉണ്ട്, ക്ലിക്ക് ടു ആഡ് സബ് ടൈറ്റിൽ. എന്തെങ്കിലും സബ് ടൈറ്റിൽസ് കൊടുക്കാനുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാം. വേണമെങ്കിൽ ഓതറ പേര് വേണമെങ്കിൽ കൊടുക്കാം. അതൊന്നും ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ബോക്സ് നിങ്ങൾക്ക് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് കാണില്ല കേട്ടോ. അത് ഡിലീറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. ഒന്നും ടൈപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അത് വരില്ല. അപ്പോൾ ഞാനിവിടെ അസിത എന്ന് പറഞ്ഞിട്ട് പ്രസൻറ്ററിൻ്റെ പേര് കൊടുക്കുകയാണ്. കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ വന്നിട്ടുണ്ടാവും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫോണ്ട് സൈസ് ബോൾഡ് ആക്കാം. അതിന് കളർ ചേഞ്ച് വരുത്തണമെങ്കിൽ കളർ മാറ്റി കൊടുക്കാം. ഞാൻ ബ്ലാക്ക് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഫോണ്ട് വരെ മാറ്റി കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ല. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം. അതിനു മുൻപേ ടെംപ്ലേറ്റ്സ് എന്താണെന്ന് പരിചയപ്പെടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫയലിലേക്ക് പോവുകയാണ്. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ഒരു സ്ക്രീനിനെയാണ് നമ്മൾ ബാക്ക് സ്റ്റേജ് വ്യൂ എന്ന് പറയാം. എന്താണ് ബാക്ക് സ്റ്റേജ് വ്യൂ? ഓക്കെ, ഇതിൽ ന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ സെർച്ചിൽ സെർച്ച് ഫോർ ഓൺലൈൻ ടെംപ്ലേറ്റ്സ് ആൻഡ് തീംസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു ടെംപ്ലേറ്റ് കാർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ സെലക്ട് ചെയ്യാൻ പോവാണ്. എനിക്കൊരു കാർഡ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ കാർഡ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാർഡ്സ് ഇവിടെ അവൈലബിൾ ആയിരിക്കും. കണ്ടോ, ഹാപ്പി ബർത്ത്ഡേ മോം കാർഡ് ഉണ്ട്. ഇതൊന്ന് എടുത്ത് നോക്കാം അല്ലേ നമുക്ക്. കണ്ടോ, ഇങ്ങനെയുള്ള കാർഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഒരു കാർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോണിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ ടോപ്പിക്കിലേക്ക് തന്നെ വരാം.
ഞാൻ ആ തീംസ് തന്നെ ടെംപ്ലേറ്റ്സ് തന്നെ എടുത്തിട്ട് കാണിക്കാം. ഇനിയിപ്പോൾ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ടെംപ്ലേറ്റ് വേണമെന്നിരിക്കട്ടെ. എനിക്കൊരു സ്റ്റുഡൻറ്റിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ സർട്ടിഫിക്കറ്റ്സിൻ്റെ ടെംപ്ലേറ്റ്സ് വരുന്നതായിരിക്കും. നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിൽ നെയിമൊക്കെ ചേഞ്ച് ചെയ്ത് ഇപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റാണ് ഞാൻ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇതൊക്കെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ അസിത എന്ന് കൊടുക്കുകയാണ്, കണ്ടല്ലോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും എങ്ങനത്തെ ടെംപ്ലേറ്റ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. നമ്മളിപ്പോൾ എങ്ങനെയാണ് തീംസ് സെലക്ട് ചെയ്യുക എന്നുള്ളത് കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ ടെംപ്ലേറ്റ്സ് എടുത്തിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതും കണ്ടു അല്ലേ. ഇനിയിപ്പോൾ ബ്ലാങ്ക് പ്രസൻറ്റേഷൻ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ബ്ലാങ്ക് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ദെൻ ഇങ്ങനെയുള്ളൊരു സ്ലൈഡാണ് കിട്ടുക. ഇവിടെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകേണ്ടത്. എപ്പോഴും എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ, ക്ലിക്ക് ടു ആഡ് സബ് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ഒരു സ്ലൈഡാണ് നമുക്ക് വരിക അല്ലേ. എപ്പോഴും പവർ പോയിന്റ് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു സ്ലൈഡാണ് വരിക. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു പ്രസൻറ്റേഷനാണ്. അപ്പോൾ പ്രസൻറ്റേഷൻ എപ്പോഴും എന്തുണ്ടാവും, ഒരു ടൈറ്റിൽ ഉണ്ടാവും അല്ലേ. ഇനി അത് ആര് പ്രസൻറ്റ് ചെയ്തു അല്ലെങ്കിൽ എന്തിനെ പറ്റിയിട്ടാണ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നമുക്ക് സബ് ടൈറ്റിൽ കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കിടക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ ഇവിടെ വീണ്ടും പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കൊടുക്കാൻ പോകുന്നത്. പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കൊടുത്തു. ഇവിടെ ഞാൻ അതേപോലെ തന്നെ അസിത എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് സ്ലൈഡ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് കാണാം, ഒന്ന് ഞാൻ വൈഡാക്കി കാണിച്ചു തരാം, അപ്പോൾ കൂടുതൽ ക്ലിയർ ആവുന്നതായിരിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ലൈഡ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ സെക്കൻഡ് സ്ലൈഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് ഇവിടെ ന്യൂ സ്ലൈഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത സ്ലൈഡ് വരുന്നതായിരിക്കും. ടൈറ്റിൽ എന്നുള്ള ആ ഒരു ബോക്സ് ചെറുതായി, കാരണം അടുത്തത് എന്താണോ പ്രസൻറ്റേഷൻ അത് കണ്ടിന്യൂ ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ നമുക്കൊരു ടൈറ്റിൽ ഉണ്ടാവും, പിന്നെ നമ്മൾ കൊടുക്കാൻ പോകുന്നത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ബോക്സ് വന്നത്. ഇനിയിപ്പോൾ നമുക്കിതല്ല വേണ്ടത്, ഇങ്ങനത്തെ ഒരു ലേ ഔട്ട് അല്ല നമുക്ക് വേണ്ടതെങ്കിൽ നമ്മുടെ ലേ ഔട്ട് വരെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിന് നമ്മൾ പോകേണ്ടത് ഇവിടെയാണ്. ദ ലേ ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ചേഞ്ച് ദ ലേ ഔട്ട് ഓഫ് യുവർ സ്ലൈഡ്. ഇഷ്ടമുള്ള ലേ ഔട്ട് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് പിക്ചർ വിത്ത് ക്യാപ്ഷനാണ് കൊടുക്കേണ്ടതെങ്കിൽ ഇങ്ങനെ ഈ ഒരു സ്ലൈഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ ടെക്സ്റ്റ് കൊടുക്കാം, ഇവിടെ നമുക്ക് പിക്ചർ കൊടുക്കാവുന്നതായിരിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലേ ഔട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇതിപ്പോൾ ഈ ഒരു സ്ലൈഡ് എനിക്ക് വേണ്ടാന്നിരിക്കട്ടെ, എങ്ങനെയാണ് അത് ഡിലീറ്റ് ചെയ്യുക? ജസ്റ്റ് ഈ സ്ലൈഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ദെൻ ഇവിടുന്ന് നിങ്ങൾക്ക് കാണാം ഡിലീറ്റ് സ്ലൈഡ് എന്നുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്ലൈഡ് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനൊരു സ്ലൈഡ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ന്യൂ സ്ലൈഡ് ആഡ് ചെയ്തിട്ടുണ്ട്. എഗെയിൻ ന്യൂ സ്ലൈഡ് ആഡ് ചെയ്യാണ്. ഇനിയിപ്പോൾ ഇതിന് ഞാനിവിടെ സ്ലൈഡ് 1 എന്ന് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഇതിന് ഞാനിവിടെ സ്ലൈഡ് 2 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ പ്രസൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ സ്ലൈഡ് ഉണ്ട്, അതുപോലെ തന്നെ സ്ലൈഡ് 2 ഉണ്ട്, സ്ലൈഡ് 1 ഉണ്ട്. പക്ഷേ എനിക്കിതിൻ്റെ ഓർഡർ മാറ്റണം അല്ലേ. സ്ലൈഡ് 1 ആണ് മേലെ വരേണ്ടത്. സോ എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് നമ്മുടെ മൗസിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്യുക. കണ്ടല്ലോ, സ്ലൈഡ് 1 മേലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്ലൈഡ്സിനെ ആഡ് ചെയ്യാം, റിമൂവ് ചെയ്യാം, ഓർഡർ വരെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സേവ് ചെയ്യുക എന്നുള്ളത് നോക്കിയിട്ട് ബാക്കി ഡിസൈൻ കാര്യങ്ങളിലേക്ക് പോകാം. ഫയലിൽ പോവുക, ദെൻ സേവ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ബ്രൗസ് ചെയ്തിട്ട് നമുക്ക് ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിലാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. presentation.pptx എന്നാണ് ഇതിൻ്റെ പേരുള്ളത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പേര് മാറ്റി കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ പ്രസൻറ്റേഷൻ തന്നെയാണ് കൊടുക്കുന്നത്. എന്നിട്ട് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായി, നമ്മുടെ പ്രസൻറ്റേഷൻ ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ വന്നിട്ടുണ്ടാവും. ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിത് ഇവിടുന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇതാ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാം. കണ്ടല്ലോ, നമ്മൾ കൊടുത്ത അതേ സ്ലൈഡ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതല്ല, നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ലൈഡ് ഓപ്പൺ ചെയ്യാനാണെങ്കിൽ ഫയലിൽ തന്നെ പോവുക, ദെൻ ഓപ്പൺ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ഒന്നുകിൽ നമ്മൾ റീസെൻ്റ്ലി യൂസ് ചെയ്താണെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടാവും, അതല്ല എങ്കിൽ ബ്രൗസ് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഏത് ഫയലാണെന്ന്. സേവും ഓപ്പണും ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ സേവ് ആസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയാം. ഞാനിപ്പോൾ ഈ ഒരു പ്രസൻറ്റേഷൻ എന്നുള്ളത് ഞാനൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിന് ഞാനൊരു കളറൊക്കെ മാറ്റി കൊടുക്കുകയാണെന്നിരിക്കട്ടെ. ഓക്കെ, ഈ ഒരു കളർ കൊടുക്കുകയാണ്. ദെൻ എനിക്കിപ്പോൾ ഇത് ഈ ഫയലിലേക്ക് തന്നെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ സിമ്പിളായിട്ട് ഇവിടെ പോയിട്ട് മേലെ കാണാൻ നിങ്ങൾക്കൊരു ഓപ്ഷൻ സേവ് എന്നുള്ളത്, അങ്ങനെ തന്നെ സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, അതായത് ഈ ഫയലിൽ തന്നെയാണ് ഇങ്ങനെ സേവ് ചെയ്യേണ്ടതെങ്കിൽ അപ്പോൾ സേവ് മാത്രം ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതല്ല, നിങ്ങൾക്ക് ഇതൊരു സെക്കൻഡ് ഫയലായിട്ടാണ് വെക്കേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ ബ്രൗസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര്, അപ്പോൾ നിങ്ങൾ presentation 1 എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യണം. ഞാൻ കാണിച്ചു തരാം. presentation 1 എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സേവ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിൽ 2 ഫയൽസ് കാണാം.
അതായത് ഒന്ന് പ്രസൻറ്റേഷൻ എന്നുള്ള ഫയലും കണ്ടോ, ഇത് presentation.pptxും അതുപോലെ തന്നെ ഇത് മിനിമൈസ് ചെയ്തിട്ട് ഞാൻ അടുത്ത കാണിച്ചു തരാം. പ്രസൻറ്റേഷൻ 1 എന്നുള്ള ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് കാണാം. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെ രണ്ട് പവർ പോയിന്റ്, അതായത് രണ്ട് പേരിൽ ഇത് ബ്ലൂ കളറിലാണ്, മറ്റേത് ബ്ലാക്ക് കളറിലാണ്. കണ്ടല്ലോ? അപ്പോൾ ഇതൊക്കെയാണ് സേവ് ആസ് ഓപ്പൺ. അടുത്തതായിട്ട് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ഡിസൈൻ ടാബിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മുടെ ഈ ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷനിൽ ഡിസൈൻ ടാബിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട്. സപ്പോസ് നമ്മളിപ്പോൾ സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ തീംസ് സെലക്ട് ചെയ്യാൻ മറന്നുപോയെന്ന് വിചാരിക്കുക. നമ്മൾ കംപ്ലീറ്റ് സ്ലൈഡ്സും നമുക്ക് വേണ്ട ലേ ഔട്ടിൽ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തീംസ് ഇടണം എന്ന് വിചാരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിസൈൻ ടാബാണ്. അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ പാറ്റേൺസ്, ഇങ്ങനെയുള്ള ഡിസൈൻസ് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇതിൽ ഇഷ്ടമുള്ളത് ഏതാണോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇതാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ കണ്ടോ, ഇങ്ങനെയുള്ള ഒരു പാറ്റേണിലേക്ക്, ഒരു തീമിലേക്ക് എൻ്റെ കംപ്ലീറ്റ് സ്ലൈഡ്സും മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാണെങ്കിൽ അതിനനുസരിച്ച് ബാക്കി സ്ലൈഡ്സും മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് സെലക്ട് ചെയ്താൽ മതി. കണ്ടല്ലോ? ഇനി അപ്പോൾ അതൊരു ഓപ്ഷനാണ്, ഡിസൈൻ ടാബിൽ പോയിട്ട് അങ്ങനെ ചെയ്യുക എന്നുള്ളത്. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു റൈറ്റ് കോർണറിൽ വന്നിട്ടുണ്ടെങ്കിൽ ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി കാണാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ തീംസ് സെലക്ട് ചെയ്യുക എന്നുള്ളതല്ല, എന്താണ് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ഓരോരോ സ്ലൈഡും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ സോളിഡ് ഫില്ലാണ് ഇരിക്കുന്നത്. സോളിഡ് ഫില്ല് ഞാനിവിടെ കൊണ്ടുപോയിട്ട് ഈ ഒരു കളറാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ കണ്ടോ, എൻ്റെ ഈ കംപ്ലീറ്റ് സ്ലൈഡും ഓറഞ്ച് കളറിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ ഓരോ സ്ലൈഡിനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് അപ്ലൈ ചെയ്യാം. ഇനിയിപ്പോൾ സെക്കൻഡ് സ്ലൈഡിന് എനിക്കൊരു ഗ്രേഡിയൻ ഫില്ലാണ് വേണ്ടതെങ്കിൽ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. then എനിക്ക് ഇഷ്ടമുള്ള കളർ ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു കളറാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ കണ്ടോ, ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നിങ്ങളുടെ സ്ലൈഡ്സിന് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇനി ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. നമ്മളൊരു പിക്ചർ ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്കല്ലേ. ഇൻസേർട്ട് ടാബിൽ പോവാം. ദെൻ പിക്ചർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിവൈസ് എന്ന്, അതായത് നിങ്ങളുടെ ഈ സിസ്റ്റത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പിക്ചേഴ്സ് ഇൻസേർട്ട് ചെയ്യാം. അതല്ല സ്റ്റോക്ക് ഇമേജസ് ഉണ്ടാവും ഈ പവർ പോയിന്റിൽ തന്നെ. ഇനി അതല്ല ഓൺലൈൻ പിക്ചേഴ്സ് ആണെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ബ്രൗസ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്ത് കാണിച്ചു തരാം. ദിസ് ഡിവൈസ് എന്നുള്ളതാണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ദെൻ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ നിന്ന് ഈ ഒരു പിക്ചർ എടുത്തിട്ട് നമുക്ക് നോക്കാം. കണ്ടോ, ഇങ്ങനെയുള്ള ഒരു സൈസിലാണ് ഇത് വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ സെക്കൻഡ് ബോക്സ് എത്ര വലിപ്പമുണ്ടോ ആ വലിപ്പത്തിനനുസരിച്ചാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഇതിൻ്റെ സൈസ് വേണമെങ്കിൽ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കണ്ടല്ലോ? അതേപോലെ തന്നെ ഡ്രാഗ് ചെയ്ത് നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാവുന്നതും ആണ്. മനസ്സിലായ? ഇനി ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഒരു ടെക്സ്റ്റും കൂടി ടൈപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പോകേണ്ടത് നമ്മുടെ ഇൻസേർട്ട് ടാബിൽ തന്നെയാണ്. എന്നിട്ട് ടെക്സ്റ്റ് ബോക്സ് എന്നുള്ള ഈ ഒരു സംഭവം ക്ലിക്ക് ചെയ്യുക. ദെൻ നമുക്കിവിടെ ടെക്സ്റ്റ് ബോക്സ് വരയ്ക്കാം. കണ്ടോ? അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പവർ പോയിന്റിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നിങ്ങൾ പവർ പോയിന്റിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി വേറൊരു സംഭവം കൂടി ഉണ്ട്. നമ്മുടെ വ്യൂ ടാബിൽ സ്ലൈഡ് മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ട്. അടിപൊളിയാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനിയിപ്പോൾ ഇത് നമുക്ക് സ്ലൈഡ് ഷോ ആയിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ സ്ലൈഡ് ഷോൻ്റെ സിമ്പിൾ ഇവിടെയാണുള്ളത്. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഇത് സ്ലൈഡായിട്ട് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.